സർ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ അടുത്ത മാസം ഹംഗറിയിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തുന്നു. ഈ കൂടിക്കാഴ്ചയിൽ റഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഒരു പാലം നിർമ്മിക്കുന്ന കാര്യവും ചർച്ചയിൽ വരുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാവുമോ? ഇങ്ങനൊരു പദ്ധതി, അതായത് ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹംഗറിയിൽ വെച്ച് അവർ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഹംഗറിയിൽ വെച്ച് പുടിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചൊരു റിപ്പോർട്ട് ഞാൻ വായിച്ചിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കോർട്ടിന്റെ ഒരു വിധി ഉണ്ടല്ലോ, പുടിൻ കുറ്റവാളിയാണ്, അയാളെ വെച്ചിട്ട് പല സ്ഥലത്തും അറസ്റ്റ് ചെയ്യാം. അപ്പോ ഇത് പിന്നെ ഹംഗറിയും കൂടി അറിഞ്ഞ് മുമ്പ് ചില ചർച്ചകൾ നടന്നിരിക്കുന്നതും ഹംഗറിയിൽ വെച്ചാണ്. അമേരിക്കയും റഷ്യയും തമ്മിൽ ഉടമ്പടികൾ ഒക്കെ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹംഗറിയിൽ വെച്ച് തന്നെ ചെയ്യുന്നു. അതൊന്ന്. രണ്ടാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹംഗറിയിൽ ചർച്ച നടക്കുന്നത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, ഈ റഷ്യ അമേരിക്കയ്ക്ക് കെന്നഡി വധത്തിനെ പറ്റി, സോവിയറ്റ് യൂണിയൻ ആയിരുന്നല്ലോ ആ കാലത്ത്, സോവിയറ്റ് യൂണിയൻ അതേപ്പറ്റി കണ്ടെത്തിയ കാര്യങ്ങളുടെ ഒരു രഹസ്യ ഫയൽ അമേരിക്കയ്ക്ക് കൈമാറിയിട്ടുണ്ട്. കെന്നഡി വധത്തിനെ പറ്റി അന്നത്തെ സോവിയറ്റ് യൂണിയൻ തന്നെത്താനെ കുറെ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. കെന്നഡി വധത്തിന്റെ പിന്നിൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഉണ്ടാകാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തിയറികൾ അമേരിക്കയിൽ ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ സ്വന്തം നിലയ്ക്ക് കെന്നഡി വധത്തിനെ പറ്റി കുറെ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അതിൻ്റെ ഫയൽ 350 പേജ് ഉണ്ട്. അതിൻ്റെ ഫയൽ ഇപ്പോൾ റഷ്യ അമേരിക്കയ്ക്ക് കൊടുത്തു. ആ കൊടുത്തത് ഇപ്പോൾ പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം റഷ്യൻ ഭാഷയിലാണല്ലോ, അത് അമേരിക്ക പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ എഴുതിയിട്ടുണ്ട് സൂപ്പർ സീക്രട്ട് JFK ഫയൽസ് എന്നെഴുതിയിട്ടുണ്ട്. അപ്പോൾ 150 പേജ് ഉണ്ട്. അതിൻ്റെ പരിഭാഷ നടക്കുന്നു. അതിൻ്റെ അകത്തൊരു ഭൂപടം ഉണ്ട്. ആ ഭൂപടത്തിൽ ഒരു പാലം കൈകൊണ്ട് വരച്ചതായിട്ട് കാണുന്നുണ്ട്. അതിൽ കെന്നഡി ക്രൂസ്ചേവ് വേൾഡ് പീസ് ബ്രിഡ്ജ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കാം. കെന്നഡി ക്രൂസ്ചേവ് ലോക സമാധാന പാലം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ അലാസ്കയിൽ വെച്ചിട്ടല്ലേ ട്രംപും പുടിനും തമ്മിൽ അല്ലേ കൂടിക്കാഴ്ച നടന്നിരുന്നത്. അന്ന് പക്ഷേ ഉടമ്പടി പലതും അംഗീകരിച്ചില്ലല്ലോ. അതെ, അലാസ്ക മുമ്പ് സോവിയറ്റ് യൂണിയനിൽ നിന്ന് അമേരിക്ക വാങ്ങിച്ചിരുന്ന ഒരു പ്രദേശമാണ്. അത് വാങ്ങിക്കുന്നതിനെതിരെ അന്ന് അമേരിക്കയിൽ വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടായിരുന്നു. അലാസ്ക കാശ് കൊടുത്ത് മേടിച്ചതാ. പിന്നെ അലാസ്കയിൽ സ്വർണം നിക്ഷേപം ഉണ്ടെന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ജനരോഷമൊക്കെ അടങ്ങി. പക്ഷെ റഷ്യക്ക് ഇപ്പോഴും വിഷമമുണ്ട് അത് കൊടുത്തത്. അപ്പോൾ അലാസ്കയിൽ നിന്ന്, അമേരിക്കയുടെ കയ്യിലിരിക്കുന്ന അലാസ്കയിൽ നിന്ന് റഷ്യയിലേക്ക് വലിയ ദൂരമൊന്നുമില്ല. ഒരു പാലമൊക്കെ രണ്ടിന്റെ മുനമ്പിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരമൊക്കെ ഉള്ളൂ. അപ്പൊ ഒരു പാലമൊക്കെ പണിയാവുന്നതാണ്. അപ്പൊ ഒരു ട്രംപ് പുടിൻ പാലം എന്തുകൊണ്ടായിക്കൂടാന്ന് ഹംഗറിയിൽ ചർച്ച ചെയ്യുമോ എന്നൊരു സംശയം ഇപ്പോൾ ആഗോളതലത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു ടണൽ, തുരങ്കം വേണമെങ്കിലാകാമോ? വേണമെങ്കിൽ അതിന് ട്രംപ് പുടിൻ ടണൽ എന്ന് പേരിടാമോ? അങ്ങനെ പേരിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് എന്തായിരിക്കും പറയുക? ഇല്ല, എൻ്റെ പേര് മാത്രമേ പാടുള്ളൂ, ഇല്ല ട്രംപ് ടണൽ എന്ന് വേണമെന്നല്ലേ അയാൾ പറയാൻ സാധ്യതയുള്ളൂ. കാരണം മോദി വിളിക്കാതെ തന്നെ, മോദി വിളിച്ചിരുന്നു, മോദി റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് നൽകി എന്നൊക്കെ പറയുന്ന പിച്ചും പേയും പറയുന്ന ഒരു അവസ്ഥയിലാണ് ട്രംപ് നിൽക്കുന്നത്. അപ്പൊ ആ കാലത്ത് കെന്നഡിയും ക്രൂസ്ചേവും തമ്മിൽ ചർച്ച ചെയ്യാൻ വെച്ചിരുന്ന ഒരു പദ്ധതിയാണ് റഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്കൊരു പാലം എന്നുള്ളൊരു സംശയം ഉയരുന്നുണ്ട്. ഇടുങ്ങിയ ഈ ബെറിങ് സ്ട്രെയ്റ്റ്സ്, ബെറിങ് ഉൾക്കടലിൽ കൂടി ഒരു പാലം, ഉൾക്കടലിൻ്റെ മുകളിൽ കൂടി ഒരു പാലം എന്നാണ്. കൈകൊണ്ട് വരച്ചതാണ് ഈ പാലം ഈ കൊടുത്ത ഫയലുകൾ കാണുന്നത്. ഈ JFK അസാസിനേഷൻ അന്വേഷണ ഫയലിൽ അലാസ്കയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ ഉടൻ എന്ന് ഈ ഫയലിൽ എഴുതിയിട്ടുണ്ട്. അലാസ്കയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ ഉടൻ എന്ന്
ഫയലിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലോറിഡ MP പോളിന ലൂണ ആണ് ഇത് ഇപ്പോൾ എക്സിൽ പങ്കുവച്ചിരിക്കുന്നത്. ഈ ഭൂപടം പാലത്തിൻ്റെ അവർക്ക് റഷ്യയിൽ നിന്ന് കിട്ടിയതാണ്. ഫ്ലോറിഡ MP അന്ന പോളിന ലോണ ആണിത് പങ്കിട്ടിരിക്കുന്നത്. കെന്നഡിയെ 1963 ലീ ഹാർവേ ഓസ്വാൾഡ് എന്ന് പറഞ്ഞ ഒരാൾ ഒറ്റയ്ക്ക് കൊന്നാണെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. 1963 ജോൺ എഫ് കെന്നഡി വധിക്കപ്പെട്ടതിനെ പറ്റി KGBയുടെ റഷ്യൻ ചാരസംഘടന KGBയുടെ റിപ്പോർട്ട് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശീതയുദ്ധത്തിൻ്റെ മൂർധന്യത്തിലായിരുന്നു ആ വധം, കെന്നഡിയുടെ വധം. റഷ്യൻ സ്ഥാനപതി അമേരിക്കയിലെ റഷ്യൻ സ്ഥാനപതി കൊടുത്തതാണ് ഈ ഫ്ലോറിഡ MPക്ക് ഈ ഭൂപടവും ഫയലും. അപ്പോൾ അവർ അവിടുത്തെ ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി അംഗമാണ് ഈ ഫ്ലോറിഡ MP. അപ്പോൾ സ്പുട്നിക് റഷ്യൻ മാധ്യമം അവർ പറഞ്ഞിട്ടുണ്ട് റഷ്യയുടെ ഔദ്യോഗിക കണ്ടെത്തൽ ആണ് അന്ന് നടന്നത്. അതാണിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഡാളസിൽ വെച്ചിട്ട് 1963 നവംബർ 22-നാണ് കെന്നഡിയെ ലീ ഹാർവേ ഓസ്വാൾഡ് കൊന്നത്. ലീ ഹാർവേ ഓസ്വാൾഡിനെ പറ്റിയിട്ടൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇയാൾ ഒറ്റയ്ക്ക് കൊന്നതാണോ, ഇതിൻ്റെ അകത്ത് CIA പങ്കുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളും അന്ന് തൊട്ടേ ഉണ്ട്. ഇപ്പോഴാണല്ലോ ഈ കെന്നഡി വധത്തിനെ പറ്റിയിട്ടുള്ള ഈ ക്ലാസിഫൈഡ് ഫയലുകളൊക്കെ ഇപ്പോൾ പുറത്ത് പരസ്യപ്പെടുത്തിയത്. രഹസ്യമാക്കി വെച്ചിരുന്ന കുറേ ഫയല് ട്രംപ് അടുത്ത കാലത്ത് പരസ്യപ്പെടുത്തിയിരുന്നു. അവിടെ ഡീലി പ്ലാസയിൽ വാഹന വ്യൂഹം പോകുമ്പോഴാണ് ഓസ്വാൾഡ് മുകളിൽ നിന്ന് വെടിവെക്കുന്നത് കെന്നഡിയെ. 2 വെടിയുണ്ട, ഒരെണ്ണം ഈ പുറകിൽ ഏറ്റവും മുകളിൽ ആണ് കൊന്നത്, ഒരെണ്ണം തലയിലുമാണ് കൊണ്ടത് കെന്നഡിയുടെ. 1964 വാറൻ കമ്മീഷൻ ഈ കെന്നഡി വധത്തിനെ പറ്റി അന്വേഷിച്ചിരുന്നു. വാറൻ കമ്മീഷന്റെ കണ്ടെത്തൽ ലീ ഹാർവേ ഓസ്വാൾഡ് ഒറ്റയ്ക്ക് കൊന്നു കെന്നഡിയെ എന്നുള്ളതായിരുന്നു. അയാൾ ഈ മറീൻ നാവികൻ അല്ലേ, മറീൻ സേനയിൽ ഉണ്ടായിരുന്ന ആളാണ് ലീ ഹാർവേ ഓസ്വാൾഡ്. അപ്പോൾ സോവിയറ്റ് യൂണിയനിലേക്ക് അയാൾ കുറച്ചു കാലം കൂറുമാറിയിരുന്ന ഒരാളാണ് ലീ ഹാർവേ ഓസ്വാൾഡ്. അതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയന് പങ്കുണ്ടോ, ശീതയുദ്ധത്തിന്റെ മൂർധന്യത്തിലാണല്ലോ എന്നൊക്കെ സംശയം വന്നാൽ അയാൾ കുറച്ചു കാലം ഡിഫെക്റ്റ് ചെയ്തിരുന്നു സോവിയറ്റ് യൂണിയനിലേക്ക്. CIA, അവിടുത്തെ മാഫിയ, അമേരിക്കൻ സർക്കാർ ഇവർക്കൊക്കെ പങ്കുണ്ടോ എന്നുള്ള സംശയം അന്നു മുതലേ ഉണ്ട്. അപ്പോൾ ഓഗസ്റ്റിൽ പുടിനും ട്രംപും തമ്മിൽ അലാസ്കയിലെ ആങ്കറേജിൽ വെച്ചിട്ടാണ് ചർച്ച നടന്നിരുന്നത്. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ വെച്ചിട്ട് അവർ വീണ്ടും ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ പറ്റി ചർച്ച നടത്താൻ പോകുന്നു. അപ്പോഴാണ് ഈ റിപ്പോർട്ട് വരുന്നത്. ബെറിങ് ഉൾക്കടലിൽ 2 ദ്വീപ് ഉണ്ട്. ഒരെണ്ണം ലിറ്റിൽ ഡയോമഡ് എന്ന് പറയും, അത് അമേരിക്കയിലാണ്. അലാസ്ക 2 ദ്വീപ്, അത് അമേരിക്കയുടെ ഭാഗത്ത് ലിറ്റിൽ ഡയോമീഡ് എന്ന് പറഞ്ഞ ദ്വീപ്. റഷ്യയുടെ ഭാഗത്ത് ബിഗ് ഡയോമീഡ് എന്ന് പറഞ്ഞിട്ടൊരു ദ്വീപ്. ഈ 2 ദ്വീപുകളെ ബന്ധിപ്പിച്ചിട്ട് ഒരു പാലം ഉണ്ടാക്കിയാൽ റഷ്യയും അമേരിക്കയ്ക്കും ഇടയ്ക്ക് പാലമായി. അപ്പോൾ അതുകൊണ്ട് ഈ ലിറ്റിൽ ഡയോമീഡും ബിഗ് ഡയോമീഡും തമ്മിൽ 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ പുടിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എൻവോയ് ഉണ്ട്, നിക്ഷേപ പ്രതിനിധി കിറിൽ ദിമിത്രിയും, അയാളും ഈ ഭൂപടം പങ്കിട്ടിട്ടുണ്ട് പാലത്തിൻ്റെ ഒക്കെ. അപ്പോൾ $8 ബില്യൺ ചെലവാക്കിയാൽ ഈ പാലം പണിയാം എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ടണലിൽ കൂടി കാറുകൾ, ട്രെയിനുകളൊക്കെ ഓടിക്കാം. 70 മൈൽ
വരും. ഈ ടണൽ പണിയാണെങ്കിൽ ഒരു 70 മൈൽ ടണൽ വരും എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നമുക്ക് ഇത് പണിതുകൂടാ. 2016 ഷില്ലർ ഇൻസ്റ്റിറ്റ്യൂട്ട് അമേരിക്കയിലെ അവരും പറഞ്ഞിരുന്നു ബെറിങ് ഉൾക്കടൽ വഴി ബെയ്ജിങ്ങും സിയറ്റിലും തമ്മിൽ ചൈനയിൽ നിന്നേ സിയറ്റിലേക്കൊരു പാലമാകാം എന്ന് ഷില്ലർ ഇൻസ്റ്റിറ്റ്യൂട്ടും പറഞ്ഞിരുന്നു. ഇതിപ്പോൾ ആഗോളതലത്തിൽ വലിയ കൗതുകമുള്ളൊരു ചർച്ചയാണ്. അമേരിക്കയിൽ നിന്ന് റഷ്യയിലേക്കൊരു പാലം. ഹംഗറിയിൽ പുടിനും ട്രംപും തമ്മിൽ ഇത് ചർച്ച ചെയ്യാൻ വല്ല സാധ്യതയുമുണ്ടോ? ഇത് ലോകം ഉറ്റുനോക്കുന്നൊരു കാര്യമായിരിക്കും. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.